അയ്യ വണക്കം. ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടനയാണോ? അതൊരു ഭീകരവാദ സംഘടനയല്ല. ഇത് പറയാൻ അനക്കെങ്ങനെ ധൈര്യം വന്നടാ ഹമുക്കെ എന്നുള്ള രീതിയിലാണ് ആരിഫ് ഹുസൈൻ തെരുവാത്ത് എന്ന് പറയുന്ന എക്സ് മുസ്ലിം ചോദിച്ച ചോദ്യത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സുഡാപ്പി റിയാക്ട് ചെയ്തത്. ഹമാസിനെ എക്സ് മുസ്ലിമായിട്ടുള്ള ആരിഫ് ഹുസൈൻ തീവ്രവാദ സംഘടനയായിട്ട് മുദ്ര കുത്താനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ലോകത്തിലെ UN ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് മുദ്ര കുത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആരിഫ് ഹുസൈൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. ഈ RSS എന്ന് പറഞ്ഞ സംഘടനയില്ലേ, അതൊരു തീവ്രവാദ സംഘടനയാണോ? ലക്ഷണമൊത്ത തീവ്രവാദ സംഘടനയാണ് ശോധന ഈ RSS എന്ന് പറയുന്നത്. UN ലിസ്റ്റിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലവൻ്റെ ഒരു ഇളിഞ്ഞ കിണിയുണ്ട്. അത് നമുക്ക് കാണണം. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഹമാസ് തീവ്രവാദ സംഘടന എന്ന് നമുക്ക് കോഴിക്കോട് എന്ന് പറയാൻ അവകാശമില്ല. കാരണം ഇന്ത്യ അംഗമായ ഐക്യരാഷ്ട്രസഭയുടെ തീവ്രവാദ ലിസ്റ്റുള്ള സംഘടനകളിൽ ഈ സെക്കൻഡ് വരെ ഈ മഗ്‌രിബ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ മിനിറ്റ് ഹമാസ് ഇല്ല എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു. ഗിഫ്റ്റ്. ഒന്നാമത്തെ കാര്യം, ഹമാസ് UN അവരുടെ ലിസ്റ്റിൽ ഈ പറയുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള ടെറർ ലിസ്റ്റിൽ ഇല്ല എന്നതുകൊണ്ട് അത് ടെറർ ഓർഗനൈസേഷൻ അല്ല എന്നാണ് പറയുന്നത്. ഐസിസ് ടെറർ ഓർഗനൈസേഷൻ ആണോ? ഐസിസ് ഐസിസ് ടെറർ ഓർഗനൈസേഷൻ ആണോ? അറിയില്ല. താങ്കൾ അത്ര എല്ലാ കാര്യത്തിലും വിവരമില്ല. ഹമാസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അത് തീവ്രവാദ സംഘടനയാണോ എന്നാ ചോദിച്ചത്. അറിയില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. RSSO നല്ല ഒന്നാം തരം തീവ്രവാദ സംഘടന. UN ലിസ്റ്റിലുണ്ടോ? UN ലിസ്റ്റിലുണ്ടോ? ഗാസ യുദ്ധത്തിന് കാരണം മതമോ എന്നുള്ള ഒരു സംവാദ സദസ്സ് നടക്കുകയായിരുന്നു. ആ സംവാദ സദസ്സിലാണ് ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ലിറ്റ്മസിൻ്റെ യുക്തിവാദ സമ്മേളനം നടക്കുന്നുണ്ട് കേട്ടോ. ഈ യുക്തിവാദ സമ്മേളനം എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ യുക്തിവാദികളുടെ സമ്മേളനമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ യുക്തിവാദികളുടെ സമ്മേളനമാണ് എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് തോക്കുമായിട്ട് ഒരുത്തൻ കയറി പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നേരത്തെ ബോംബ് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പല പല ഭീഷണികൾക്ക് നടുവിലാണ് ഈ യുക്തിവാദ സമ്മേളനവും യുക്തിവാദ സംഗമവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം ഇത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ആരിഫ് ഹുസൈൻ തെരുവാത്ത് അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇത് എന്നുള്ളത് വേറൊരു കാര്യമെന്ന് പറയുന്നത്. എൻ്റെ നല്ല ഫ്രണ്ടാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത്. പുള്ളിക്കാരനോട് ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല ഉപദേശങ്ങളൊക്കെ പുള്ളിക്കാരന് കൊടുക്കാറുണ്ട്. എന്നാൽ നിങ്ങളിങ്ങനെ ഈ മതത്തിനെ ഇങ്ങനെ ബ്ലണ്ടായിട്ട് ഇങ്ങനെ വിമർശിക്കുമ്പോൾ, വളരെ ബ്ലൈൻഡായിട്ട് ഇങ്ങനെ തുറന്ന് വിമർശിക്കുമ്പോൾ, വിമർശിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഷുഗർ കോട്ടിംഗ് ഒക്കെ നടത്തിയിട്ടാണ് അതിനെ വിമർശിക്കുന്നത്. ഇവിടെയും തെറ്റുണ്ട്, എന്നാൽ അവിടെയും തെറ്റുണ്ട്, എന്നാൽ അപ്പുറത്തെ മതത്തിലും തെറ്റുണ്ട്, എന്നാൽ ഇതിലൊന്നും തെറ്റുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആൾക്കാരും ഈ മതത്തിനെയൊക്കെ വിമർശിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ വളരെ തുറന്നൊന്നും ആരും മതത്തിനെ വിമർശിക്കാറില്ല. അങ്ങനെ വിമർശിച്ചാൽ പണി കിട്ടും എന്ന് എല്ലാവർക്കും പറയാം. സംഭവം ജനാധിപത്യം, സ്വാതന്ത്ര്യ, സോഷ്യലിസം ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ ജനാധിപത്യം, സ്വാതന്ത്ര്യ, സോഷ്യലിസം ഒക്കെ പറയുന്ന ആൾക്കാർ പോലും ഈ മതവിമർശനം നടത്തിക്കഴിഞ്ഞാൽ കൂടെ നിൽക്കില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ ഹിന്ദു മതത്തെ വിമർശിച്ചാലും ശരി, ഇസ്ലാമിനെ വിമർശിച്ചാൽ ഒട്ടും നിൽക്കില്ല. പിന്നെ തല വെട്ടിക്കളഞ്ഞാൽ പോകുമ്പോൾ ആർക്ക് പോയി, നമുക്ക് പോയി എന്നുള്ള രീതിയിലാണ് എല്ലാവരും പെരുമാറുന്നത്. മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാം ഇവിടെ മതവിമർശനം എന്ന് പറയുന്നത് നെഹി എന്ന് പറഞ്ഞാൽ നെഹിയാണ്. വളരെയധികം അസഹിഷ്ണുതയോടെയാണ് എല്ലാവരും ഈ മതവിമർശനത്തിനോട് പെരുമാറുന്നത്. അതിൽ തന്നെ ഈ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിനെ അങ്ങേ അറ്റം പുറഞ്ചം വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ തെരുവാത്ത്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറയും, കാരണം നിങ്ങളിങ്ങനെ വിമർശിക്കുമ്പോൾ അമ്മ നിങ്ങളെ തട്ടിക്കളയാനായിട്ടുള്ളൊരു സാധ്യത വളരെ കൂടുതലല്ലേ. ഇപ്പോൾ കുറുക്കിൻ്റെയൊക്കെ കഴുത്തിൽ വെടിയേറ്റ് നമ്മൾ അമേരിക്കയിൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായോ. പുള്ളിക്കാരൻ രക്തസാക്ഷിയായിട്ട് വാഴ്ത്തപ്പെട്ടു. പക്ഷേ പോകുമ്പോൾ ആർക്ക് പോയി? ഡൊണാൾഡ് ട്രംപിൻ്റെയൊക്കെ അടുത്ത പുള്ളിയായിരുന്നു. കുറുക്കിന് പോലും രക്ഷയില്ല, അത് അമേരിക്കയിൽ. അപ്പോഴാണ് ഇവിടെയുള്ള ആരിഫ് ഹുസൈൻ തെരുവാത്ത് എന്നുള്ള രീതിയിൽ ഞാൻ പുള്ളിയോട് സംസാരിച്ച് നോക്കി. അപ്പോൾ ആ പുള്ളിക്കാരന് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. പുള്ളിക്കാരൻ വളരെ ചിരിച്ചുകൊണ്ട് തട്ടിക്കളയുന്നെങ്കിൽ തട്ടിക്കളയട്ടെ, താങ്കളെ തട്ടിക്കളയുമെന്നാണ് അവർ പറയുന്നത് എന്നൊക്കെ ഞാൻ പുള്ളിയോട് പറയുമ്പോൾ യെസ്, എന്നെ തട്ടിക്കളയുമെന്നാണ് പറയുന്നത്. അഭിമാനപൂരിതമാകുന്നു അന്തരംഗം എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സംസാരം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള സുഡാപ്പികളുടെ മനസ്സിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുഡാപ്പികളുടെ മനസ്സെന്ന് പറയുന്നത് ഹമാസ് പോലെ, അല്ലെങ്കിൽ ഹമാസ് ഭരിക്കുന്നത് പോലെ സുന്ദര സുലഭമായിട്ടുള്ളൊരു ഇന്ത്യ വരണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതാണ് ഇവരുടെ ഉള്ളിൽ, സുഡാപ്പികളുടെ ഉള്ളിൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും കൃത്യവും വ്യക്തവുമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ടാണല്ലോ യഹിയ സിൻവാറിൻ്റെ തെടമ്പൊക്കെ എടുത്ത് മുകളിലോട്ട് ഏറ്റുന്നത്, അതായത് തലയ്ക്ക് മുകളിലോട്ട് ആനപ്പുറത്തൊക്കെ ഏറ്റിക്കൊണ്ട് ഇങ്ങനെ എഴുന്നള്ളിപ്പൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഹമാസിനെ നിരോധിച്ച രാജ്യങ്ങളുണ്ടോ, തീവ്രവാദ സംഘടനയാണോ ഹമാസ് എന്നുള്ളതിൽ നമ്മളൊരു പഠനം നടത്തി നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കാണാടാ, ഞാൻ ഇങ്ങനെ പഠനം ഇങ്ങനെ നടത്തി നോക്കിയപ്പോൾ കാണാം, ഹിയർസ് എ ക്ലിയർ ബ്രേക്ക് ഡൗൺ.
Designation as a terrorist organization. Countries and organizations that classify Hamas as a terrorist group include United States, European Union, United Kingdom, Canada, Australia, Japan, Israel. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ ഹമാസിനെ ഒരു ടെററിസ്റ്റ് സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഹമാസിനെ ടെററിസ്റ്റ് സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ ഇവരെല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ യുവന്മാരുടെ ഗുണവധികാരം കൊണ്ട്, അതായത് ഇവിടെയുള്ള ഹമാസോളികളുടെ ഗുണവധികാരം കൊണ്ട് ഉടനെ തന്നെ ഇന്ത്യ പ്രഖ്യാപിക്കും ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണെന്ന്. അതിന് വലിയ സമയമൊന്നും വേണ്ട. അതോടുകൂടി തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനവും. എന്തായാലും സൗദി അറേബ്യ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടല്ലോ, ആ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഈ ഫലസ്തീൻ്റെ കൊടി ഉയർത്താനോ ഫലസ്തീൻ സമ്മേളനങ്ങൾ നടത്താനോ ഫലസ്തീൻ എന്ന് പറയാനോ യാതൊരുവിധ അവകാശവും അവിടെ ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ ഉയർത്തിയവനെയും നടത്തിയവനെയും പിടിച്ചവനെയും എല്ലാം മലയാളി ഉൾപ്പെടെ നാട് കടത്തിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അവിടെ എന്തെങ്കിലും ഒരു സമ്മേളനം ഇതിൻ്റെ പേരിൽ നടത്തുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രാജാവ് കുന്തത്തി കുത്തി നിർത്തും എന്നുള്ളതാണ്. പിന്നെ ചാട്ടവാറടിയായി, സൂചി അടിച്ച് കയറ്റലായി, അങ്ങനെ പല പല വെറൈറ്റി ഓഫ് കലാപരിപാടികളാണ് അവിടെ നടത്തുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. പല GCC രാജ്യങ്ങളും ഇത് തന്നെയാണ് അവസ്ഥയെന്ന് പറയുന്നത്. കാരണം സുന്ദര സുലഭമായിട്ട് ജീവിക്കുന്ന പല പല രാജ്യങ്ങളും പുറത്തു നിന്നിങ്ങനെ കാണാൻ വളരെ സുഖകരമാണ്. അതായത് അവിടെ ഹമാസ് അടിക്കുന്നു, ഇവിടെ ഇസ്രായേൽ അടിക്കുന്നു, ഇവിടെ ഇസ്രായേൽ അടിക്കുന്നു, അവിടെ ഹമാസ് അടിക്കുന്നു. പുറത്തു നിന്ന് കണ്ടിട്ടുണ്ടല്ലോ, ആൾക്കാർ മരിക്കുന്നു, എന്താണ് ശോധന എന്ന് പറയാൻ കൊള്ളാം. അതേസമയം ഈ സംഘടനയെ എടുത്ത് തലയിൽ വെച്ച് സ്വന്തം രാജ്യത്തോട്ട് കയറ്റിയിട്ട് അവന്മാരുടെ അതേ എഫക്റ്റ് നമ്മുടെ രാജ്യത്തും വന്നു കഴിഞ്ഞാൽ മുടിഞ്ഞ് പണ്ടാരം അടങ്ങി പോകുന്നു കൃത്യമായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഇവർ ജസ്റ്റ് കാണും, അല്ലാതെ അകത്തോട്ട് ഹമാസ് എന്നാ പാലസ്തീൻ എന്നാ ഏവനെങ്കിലും പറഞ്ഞാൽ അണ്ണാക്കിൽ ആപ്പടി ചേരും എന്നുള്ള നിലപാടാണ് GCC രാജ്യങ്ങൾ പോലും എടുക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ യൗമാർക്ക് ഇത്രയധികം ഫാൻസോളികൾ ഉണ്ടാവുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്ത് തന്നെയായിരുന്നാലും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമുക്ക് പറയണം. അതായത് ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന നിരായുധീകരണം നടത്തണമെന്ന് ട്രംപ് പറഞ്ഞു, ഇസ്രായേലും പറഞ്ഞു. 20 പോയിന്റുകൾ അവർക്ക് മുമ്പിലേക്ക് വെച്ചു. അതിൽ നിരായുധീകരണം ഉണ്ടായിരുന്നു. പക്ഷേ ഹമാസ് പറയുന്നത് ഞങ്ങൾ നിരായുധീകരണം നടത്തുന്നില്ല എന്നാണ്. ഇതുവരെ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഹമാസ് പോരാളികളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേൽ അവിടെ നിന്ന് പടി ഇറങ്ങിയപ്പോൾ ഈ ഒളിച്ചുപോയ, അതായത് ഓടിത്തള്ളിക്കളഞ്ഞ ഈ ഹമാസ് ഓളികളൊക്കെ അവിടെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഗാസയിലോട്ട് എന്തിനാണ് വരുന്നത്? ഗാസയിലെ ഭരണം പിടിക്കാനാണ് വരുന്നത്. അപ്പുറത്ത് വേറൊരു മിലീഷ്യ ഗ്രൂപ്പുണ്ട്. അങ്ങനെ ഈ മിലീഷ്യകളും കൂടെ ചേർന്ന് അവിടെ ഫലസ്തീനിലുള്ള ജനങ്ങളെ കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാണ് ഇസ്രായേൽ തിരിച്ചിറങ്ങിയത്, ഇനി നീയൊക്കെ ഈ പരിപാടി ഇവിടെ തുടങ്ങാനാണ് പരിപാടിയെങ്കിൽ, തുടങ്ങാനാണ് നിൻ്റെയൊക്കെ ഉദ്ദേശമെങ്കിൽ ഇസ്രായേലിനെ ഇങ്ങോട്ട് തിരിച്ചു കയറ്റും. ഒരുപക്ഷെ ഫലസ്തീൻ ജനതയും ചിലപ്പോൾ അതായിരിക്കും ആഗ്രഹിക്കുന്നത്. കാരണം യവന്മാർ അവിടെയുള്ള ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊന്നൊടുക്കുക മാത്രമല്ല, യവന്മാരുടെ തോക്കിൻ മുലയിൽ നിർത്തി 8ഉം 10ഉം പേരെയാണ് യവന്മാർ ഒറ്റയടിക്ക് തീർക്കുന്നത്. അങ്ങനെ നിരായുധീകരണം നടത്തണം, ആയുധം താഴെ വയ്ക്കണമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആയുധം താഴെ വയ്ക്കാൻ തയ്യാറല്ല എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. ഹമാസിൻ്റെ മുഹമ്മദ് നസാൽ എന്ന് പറയുന്ന വക്താവാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ആയുധം താഴെ വയ്ക്കില്ല, പോരാത്തതിന് 5 വർഷം ഞങ്ങൾക്ക് വെടിനിർത്തൽ കരാർ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഈ 5 വർഷം വെടിനിർത്തൽ കരാർ? അത് ഗാസയെ പുനർനിർമ്മിക്കാനാണെന്ന് പറയുന്നത്. ഗാസയെ പുനർനിർമ്മിക്കണമെങ്കിൽ ഏകദേശം 100 കൊല്ലം വേണ്ടി വരുമെന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. ആ 100 കൊല്ലം വേണ്ട ഈ ഗാസ പുനർനിർമ്മാണം 5 കൊല്ലം കൊണ്ട് എങ്ങനെ ഹമാസ് ഉണ്ടാക്കും എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. അതായത് ഈ 5 കൊല്ലം ഹമാസ് വെടിനിർത്തൽ ചോദിക്കുന്നത് ഇവർക്ക് തിരിച്ച് ഇവരുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനാണ്, അല്ലാതെ ഗാസയെ പുനർനിർമ്മിക്കാനൊന്നുമല്ല എന്ന് കൃത്യമായിട്ട് ലോക രാജ്യങ്ങൾക്കറിയാം. പോരാത്തതിന് ഇവർക്ക് ഫണ്ട് വേണം, ഇവർക്ക് ആയുധങ്ങൾ വേണം. ഇസ്രായേൽ എല്ലാം തച്ച് തകർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് പുതിയൊരു വിങ്ങിനെ രൂപീകരിക്കണം, ഇവർക്ക് കമാൻഡർമാർ വേണം, ഇവർക്ക് സൈനികർ വേണം. അതുകൊണ്ട് ആ ഒരു സമയം ഇതെല്ലാം തിരിച്ച് രൂപീകരിക്കാനുള്ള ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നത് ഈ 5 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ആയുധം താഴെ വയ്ക്കാം, പക്ഷേ ആയുധം താഴെ വയ്ക്കണമെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്നതിന് രാഷ്ട്രപദവി കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളതായിരിക്കും മാനദണ്ഡം എന്ന് പറയുന്നു. അപ്പോൾ ഇസ്രായേൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊന്നും ചെയ്യാൻ പറ്റൂല, ഇവന്മാരെ ഇനി നേരെയാക്കാൻ പറ്റൂല, മതം തലയ്ക്ക് പിടിച്ചു പോയി. അതുകൊണ്ട് ഇവന്മാരെ ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, തട്ടിക്കളയുക. ഒന്നും ചെയ്യാനില്ല. അത് തട്ടിക്കളയുന്നത് പോലും യവന്മാരോട് കാണിക്കുന്ന ദയയാണ്. ഒന്നുമില്ലെങ്കിൽ യവന്മാർ ചത്ത് തൊലയുമ്പം അവിടെയുള്ള ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങൾക്കെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമല്ലോ. യവന്മാർ കാരണം അവന്മാർക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ കുത്തിത്തിരിപ്പില്ലാതെ, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവന്മാർ അവിടെ ഇല്ലാതിരിക്കണം. ഈ ഫലസ്തീനിലെ ജനങ്ങൾ സ്വസ്ഥമായിട്ട് അവിടെ ജീവിക്കുമ്പോൾ ഈ ഹമാസോളികൾ അവിടെ നിന്ന് 2 ബോംബ് അങ്ങോട്ടേക്ക് ഇടും, ഇസ്രായേൽ ഇങ്ങോട്ട് ബോംബിടുമ്പോൾ ഇവന്മാർ 4 വാക്ക് ഓടിത്തള്ളു. അത് വന്നു വീണത് പാവപ്പെട്ട ഗാസയിലെ ജനങ്ങളുടെ മണ്ടയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇവന്മാരെ തട്ടിക്കളയുക, അതല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന് കൃത്യമായിട്ട് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി തിരിച്ച് ഹമാസിനെ നേരിടാനായിട്ട് ഇസ്രായേൽ വന്നു കഴിഞ്ഞാൽ അതൊന്നൊന്നര വരവായിരിക്കും. ഇനി അതാണോ പദ്ധതി എന്ന് പോലും അറിഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ അമ്പിനും വില്ലിനും എടുക്കാതെ നിൽക്കുകയാണ് ഈ ഹമാസ് എന്ന് പറയുന്ന ഈ സംഘടന എന്ന് പറയുന്നത്. വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം ഇവന്മാരിൽ എത്ര എണ്ണം ചത്തു മലക്കുമെന്നും എത്ര എണ്ണം അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ശരി.